ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പം ഇത് നമ്മളാണെങ്കിൽ പ്രത്യേകിച്ച് വേറൊരു പണിയും ഇല്ലാത്തൊരു ദിവസമാണ്. നമുക്കൊരു ജോലിയില്ല കേട്ടോ ഗൈസ്. അപ്പോൾ പ്രൈവറ്റ് ബസ് പോലും ഓട്ടിക്കാൻ ആരും തരാത്തൊരു ദിവസമാണ് എന്ന് വെച്ചാൽ ഗൈസ്. അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ ഞായറാഴ്ചയായിട്ട് ഗൈസ്. അപ്പോൾ ആരും എനിക്ക് തരത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഗൈസ്, അപ്പം നമ്മളെ വീട്ടിലെ പെയിൻ്റൊക്കെ അടിച്ച് വൃത്തിയാക്കി അങ്ങ് കുട്ടപ്പനാക്കി നമ്മൾ ഈ ഒരു വീടൊക്കെ ഒന്ന് കഴുകി ഇറക്കാമെന്നൊക്കെ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഗൈസ്, അപ്പോൾ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം ഗൈസ്. അപ്പോൾ പെയിൻ്റ് അടിക്കുക ഏതെങ്കിലും ബംഗാളി പോയി വിളിക്കണം. വിളിക്കണമെന്ന് പറയുമ്പോൾ തന്നെ ഫോണിൽ ആരാണ്ടൊക്കെ വിളിക്കുന്നു. ഹലോടാ പറയടാ. ഓക്കേടാ മോനെ, സെറ്റ്. ഓക്കെ ബ്രോ താങ്ക് യു ഗൈസ്. അപ്പോൾ നമ്മളെ വിളിച്ച വേറെ ആരും അല്ലായിരുന്നു മച്ചാൻ വഴി നമ്മളെ റൊണാൾഡോ ആണ് ഗൈസ്. അപ്പം നമ്മളെ വിളിച്ചത് ഗൈസ്. ഇപ്പം നമ്മളെ റൊണാൾഡോ ആണ് ഗൈസ് ഇപ്പോൾ വിളിച്ചത്. ഇതെന്താടാ വീണ്ടും ആരാണ്ട് വിളിക്കുന്നല്ലേ. ഹലോ പറ ബ്രോ. ഓക്കെ മോനെടാ സ്പൈഡർമാനാ. ഹലോ പറ ബ്രോ. ഓക്കെ മോനെ ഓക്കെ സെറ്റ് ഗൈസ്. ഇപ്പോൾ നമ്മൾ സ്പൈഡർമാൻ കളിക്ക് ഇപ്പം നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഗൈസ്. അപ്പോൾ സ്പൈഡർമാൻ കളിക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ റൊണാൾഡോ വെറുതെ ആണ്ട വിളിച്ചതാണ്. എന്തായാലും സ്പൈഡർമാൻ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ ഗൈസ്. അപ്പം സ്പൈഡർമാന് പറ്റിയ നല്ല അടിപൊളി കാറൊന്ന് ചൂസ് ചെയ്യണം. അപ്പം ഞാനിടയ്ക്ക് നേരെ ഗൈസ് നമ്മൾ കാർ ഷോറൂമിലേക്ക് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിക്കുകയാണ്. എന്തായാലും സ്പൈഡർമാൻ വരാൻ പോവില്ലേ ഗൈസ്. ഇപ്പോൾ ഒരു കില്ലാടിയാക്കുക ഗൈസ്. ഒക്കെ ഇപ്പോൾ എൻ്റെ മോനെ ഇടിച്ചു ഗൈസ്. അപ്പോൾ നമുക്ക് ലംബോർഗിനി എടുത്താലോ ഗൈസ്. അപ്പോൾ ഓക്കെ ഈ ഒരു ലംബോർഗിനി എടുക്കാം ഗൈസ്. അപ്പോൾ ഈ ഒരു വഴി പോകുന്ന ലംബോർഗിനി എടുക്കാം. അല്ലാതെ ഗൈസ് നമ്മൾ ക്യാഷൊന്നും ഇല്ല കേട്ടോ ഗൈസ്. അല്ലാതെ വണ്ടി എടുക്കാൻ എന്താടാ ഗൈസ്. അപ്പോൾ നമ്മളെ വണ്ടിക്ക് ചെറിയൊരു ആട്ടം കുലുക്കാം. ഓക്കെ ഗൈസ്. അപ്പോൾ ഈ ഒരു ലംബോർഗിനി എടുക്കാം. ഓക്കെ ഗൈസ്. അപ്പം ഈ ഒരു ലംബോർഗിനിക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ഗൈസ്. അപ്പം ഇതിൻ്റെ കളറുകൾക്ക് തന്നെ അവർക്ക് ഫോൺ വരെ മാറ്റാൻ പറ്റും. അതാണ് ഗൈസ് ഇപ്പോൾ ഈ ഒരു ലംബോർഗിനിയുടെ പ്രത്യേകത. ഇപ്പോൾ ഈ ലംബോർഗിനി നമുക്ക് ഇച്ചിരി ലുക്ക് ആക്കണം ഗൈസ്. അപ്പം ഇതിൻ്റെ അലോയ്ക്ക് നമുക്ക് ഇതുവരെ മാറ്റാൻ പറ്റും. ഇതൊരു ഡിജിറ്റലിൻ്റെ ഒരു സാധനമാണ് ഈ ഒരു ലംബോർഗിനി. കൂടിയതാണ് കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും നേരെ നമ്മൾ ഈ ഒരു വീട്ടിലോട്ട് കളിക്ക് പോവാം ഗൈസ്. അപ്പം ഈ ഒരു വീട്ടിലാകുമ്പം താഴെയും റൂമുണ്ട്, മേളിൽ റൂമുണ്ട്. മറ്റടുത്താണെങ്കിൽ സ്പൈഡർമാൻ ചിലപ്പോൾ ജിമ്മിനകത്ത് കയറി കളിച്ചു എൻ്റെ ജിമ്മെല്ലാം കൊളാക്കി ഇടാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ വരാമെന്ന്. ഓക്കെ വേണ്ട മോനെ ഗേസ്. ഇപ്പോൾ കൊള്ളാം. ലംബോർഗിനിയുടെ എന്താണ്ട് ഇളവിപ്പോയ കണക്കില്ലേ ഗേസ്. എന്തായാലും ഇതിൻ്റെ ഡിജിറ്റൽ കളറൊന്ന് മാറ്റാം. ഏത് കളർ ഇടണം ഗേസ്. അപ്പം സാധാ പച്ച വേണ്ട. നമുക്ക് ഈ ഒരു ഫിനിഷിങ് നിർത്താം. കഴിച്ചു. അപ്പോൾ ഈ ഒരു ഫിനിഷിങ് നിർത്താം കഴിച്ചു. അപ്പം വേറൊന്നും വലുതായിട്ടില്ല. ഇങ്ങനെ തന്നെ നമുക്ക് ഈ ഒരു കാര്യങ്ങൾക്ക് നിർത്തിയേക്കാം. കൊള്ളാം കഴിച്ചു. അപ്പോൾ ഈ ഒരു കളർ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ കഴിച്ചു. അപ്പം ഈ വീടിന് യോജിക്കുന്ന കളർ തന്നെ ആയിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ സ്പൈഡർമാൻ ഇവിടെ അങ്ങ് നിൽക്കാൻ തുടങ്ങിയാലോ. ചിലപ്പോൾ നമുക്ക് നല്ല ക്യാഷൊക്കെ തന്നാലോ. സ്പൈഡർമാനല്ലേ കേട്ടോ ഗൈസ്. ആള് സ്പൈഡർമാനാണ്. എന്തായാലും ഗൈസ് അപ്പം നമുക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ സ്പൈഡർമാൻ ഇനി വിളിക്കാമെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ നമ്മളെ ഷിൻചാനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഷിൻചാനൊക്കെ സ്പൈഡർമാനെ കാണണമെന്ന് പറഞ്ഞ് കലയുമായിരുന്നു. ഇപ്പോൾ നമ്മളെ ഷിൻചാനില്ലാത്തവരെ ഇവരെല്ലാവരും വരത്തോളൂ. നമുക്ക് നമ്മളെ കാർ പൊടിച്ച് നമ്മളെ കാറുകളൊക്കെ കയറ്റിയിട്ടുണ്ട്. മോനടാ മുടി നല്ല രീതിക്ക് അങ്ങ് വളർന്നണക്ക് എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇത് മുടിയല്ല കേട്ടോ ഗൈസ്, ഇത് വിഗ്ഗാണ്. എന്തായാലും നമുക്ക് വീട്ടിൽ പോയി എൻ്റെ ഈ ഒരു വിഗ്ഗും മാറ്റി നല്ല അടിപൊളി ഉടുപ്പും ഇതെല്ലാം ഇട്ട് നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ സ്പൈഡർമാൻ വിളിക്കുമായിരിക്കും. എന്തായാലും ഗൈസ് അപ്പോൾ അങ്ങനെ ചെയ്യാം. വാ അടിച്ച് കയറി വാ. എൻ്റെ മോനെ ഇടിച്ചിടിച്ചു. ഹോൺ അടിക്കട്ടെ. അപ്പോൾ തോറ ഇത് ഓട്ടോമാറ്റിക് ഗേറ്റാണ് കേട്ടോ ഗൈസ്. അപ്പം ഓക്കെ നമുക്ക് നമ്മളെ വീട്ടിലോട്ട് കളിക്ക് പോവാം. ഈ വീട്ടിൽ പോയതിന് ശേഷം നമുക്ക് നല്ലൊരു ഉടുപ്പും പാൻറ്റൊക്കെ എടുത്തിടാം. ബ്ലാക്ക് ഇടാം കേട്ടോ ഗൈസ്. അപ്പോൾ ബ്ലാക്കും കളിക്ക് ഇടാം. അതാകുമ്പോൾ ഇച്ചിരി കൂടെ അട്രാക്റ്റീവ് ആവും. സ്പൈഡർമാൻ വരല്ലേ കേട്ടോ ഗൈസ്. അപ്പോൾ സ്പൈഡർമാനെ വെച്ച് ഇച്ചിരി വലിയ ആളാണ്. നമ്മൾ വിചാരിച്ച ആളൊന്നും അല്ല. നമ്മളെ കാറിലടാ ഈ വരിയുടെ. എൻ്റെ മോനടാ പോർഷില്ലടാ ഇത് പോന്ന. എൻ്റെ മോനെ ഈ വണ്ടിയൊന്നും വേണ്ട. നമുക്ക് ഈ ലംബോർഗിനി തന്നെ മതി. ലംബോർഗിനി നല്ല കൂടിയ വണ്ടിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പം നമ്മളത് പാലിക്കാം. ഓക്കെ ഗൈസ്. ഓക്കെ നമ്മൾ നാളേക്ക് അങ്ങനെ എയർപോർട്ടിലോട്ട് വരണ്ടല്ലോ ഗൈസ്. ഇപ്പോൾ വിളിച്ചില്ലല്ലോ നമ്മൾ സ്പൈഡർമാനൊന്നും വിളിക്കാത്ത സ്ഥിതിക്ക് നമുക്ക് നേരെ നമ്മളെ വീട്ടിൽ പോവാം.
സ്പൈഡർമാൻ വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു എയർപോർട്ട് മുഴുവൻ നിറയാൻ നല്ല ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പം പോലീസ് ഹെലികോപ്റ്ററൊക്കെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഒരിതാണ് കേട്ടോ സ്പൈഡർമാന്. നമുക്ക് നമ്മുടെ ലംബോർഗിനി ഇങ്ങോട്ട് ഇട്ടതിന് ശേഷം പെട്ടെന്ന് നമുക്ക് ഉടുപ്പൊക്കെ ഒന്ന് മാറ്റി ഗൈസ്. അതിന് മുമ്പ് നമുക്ക് പോയി ജിമ്മിലൊക്കെ ഒന്ന് പോയി വർക്കൗട്ട് ചെയ്ത് നമ്മുടെ മസിലൊക്കെ ഒന്ന് പൊക്കിപ്പിച്ചതിന് ശേഷം വരാം കേട്ടോ ഗൈസ്. അപ്പം സോ ബനിയനെടുത്ത് ഇറാ. ഓക്കെ ഗൈസ്, അപ്പം വിഗ്ഗെല്ലാം എടുത്ത് മാറ്റി നമ്മൾ നേരെ ജിമ്മിൽ പോയി 2 വട്ടം ഡബിൾസ് പൊക്കുമ്പോൾ തന്നെ ഓക്കെ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഗൈസ് നമ്മൾ ജിമ്മിൽ വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ 3 വട്ടം നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ മതി കേട്ടോ ഗൈസ്. നമ്മുടെ സ്പൈഡർമാൻ വരുന്നതിൻ്റെ സന്തോഷം എത്ര സന്തോഷമുണ്ട്. കഴിഞ്ഞ വിട്ട് അവൻ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കള്ളം വന്നില്ലായിരുന്നു. അവനക്ക് വന്നില്ല കേട്ടോ ഗൈസ്. എന്താണ്ട് പ്രശ്നം ഉണ്ടായിരുന്നു. ഈ കാറ് കിടക്കുന്ന ലുക്കുണ്ട് ഗൈസ്. പിന്നെ നേരെ സ്വിമ്മിംഗ് പൂളിൽ എടുത്ത് ചാടാം. ഓക്കെ മോനെ ഓക്കെ ഗൈസ്. അങ്ങനെ നമ്മൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടിയിട്ടുണ്ട്. കുളിച്ചങ്ങ് കയറി. ഓക്കെ ഗൈസ്, ഇനി എത്രയൊക്കെ കുളിച്ചാൽ മതി. എന്തായാലും നമുക്കാണെങ്കിൽ നേരെ കാറിനകത്തിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ഫോണും കാളൊക്കെ. അപ്പോൾ കാറിനകത്ത് കിടന്ന് വിളിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. നമുക്ക് വൈറ്റ് ഷർട്ട് ഇടാം കേട്ടോ. വൈറ്റ് ഷർട്ടും ഇതും ഓക്കെ. നമുക്ക് വൈറ്റ് ഷോർട്ട്സ് ഇടാം. ചെറുച്ചാവട്ട് ഗൈസ്. അപ്പോൾ ബ്ലാക്ക് ഇടാം. ബ്ലാക്ക് വൈറ്റ് ഇതും ഓക്കെ. എൻ്റെ മോനെ അല്ലെങ്കിൽ വേണ്ട കേട്ടോ ഗൈസ്. ഇപ്പം നമുക്ക് വൈറ്റ് ഡ്രസ്സ് ഇടാവേ. ബനിയനൊക്കെ ഇട്ടുകൊണ്ട് പോയ സ്പൈഡർമാൻ അപ്പം തന്നെ ഓടും. പോയി. പയ്യെ ആക്കാം. ഇനി വൈറ്റ് ഓക്കെ. ആവശ്യമുള്ള പാൻറ് കയറി വരൂല. നമ്മൾ വിചാരിക്കുന്ന കയറി വരൂല കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ബ്ലാക്ക് ഇതുങ്ങളൊക്കെ ഇട്ട് നമ്മൾ നേരെ എൻ്റെ മോനെ ഇപ്പോഴല്ലേ ഗൈസ്. ഇപ്പം നമ്മൾ ചെറിയ റിച്ച് ലുക്കായത് ഗൈസ്. ഇപ്പം നമ്മൾ റിച്ച് ലുക്കാണ് കേട്ടോ ഗൈസ്. ഇപ്പം നമ്മൾ പോകുന്നത് കാറിൻ്റെ ചില്ലൊക്കെ പൊട്ടിയിരിക്കുന്നു ഗൈസ്. റിച്ചൊക്കെ മാറിയോന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല. സ്പൈഡർമാൻ വിളിക്കണം ഗൈസ്. അപ്പം സ്പൈഡർമാൻ വിളിക്കണം. എന്തായാലും നമുക്ക് ഇവിടുത്തെ പോലീസുകാരുടെ ഇടയിലൊക്കെ പോയി പറഞ്ഞേക്കാം. ഒരു വണ്ടിയൊക്കെ ഇച്ചിരി അറേഞ്ച് ആക്കി ഇടാൻ, പോലീസ് വണ്ടികൾ. അല്ലെങ്കിൽ ഗൈസ് അപ്പം അല്ലെങ്കിൽ ഇവിടെ ആൾക്കാരൊക്കെ പിന്നെ ഞാൻ സ്പൈഡർമാൻ ഒറ്റയ്ക്കായി പോകും. പിന്നെ എന്നെ ആരും നോക്കാത്ത സ്പൈഡർമാനെ പൊക്കിക്കൊണ്ട് വരെ പോകാൻ ചാൻസ് ഉണ്ട്. സ്പൈഡർമാനെ വലയിടാൻ അറിയാമെങ്കിൽ പോലും. പക്ഷേ ജനങ്ങളല്ലേ ഗൈസ്. അപ്പം പോലീസിനെയൊക്കെ ഒന്ന് ഇൻഫോം ചെയ്തേക്കാം. ഓക്കെ സാറേ. ഓക്കെ സാറേ നമ്മുടെ നാട്ടിലോട്ട് നിങ്ങൾക്ക് സ്പൈഡർമാൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു പ്രോട്ടോക്കോൾ അവിടെ ഉണ്ടെങ്കിൽ നന്നായിരുന്നേനെ. ഓക്കെ സാറേ ഓക്കെ ഗൈസ്. അപ്പോൾ ഇവർ 2 ഹെലികോപ്റ്ററും അടിപൊളി വണ്ടികളും വിടാമെന്നാണ് കേട്ടോ ഗൈസ് പറഞ്ഞേക്കുന്നത്. പിന്നെ എന്താ വേണം ഗൈസ്. അപ്പം നമുക്ക് സ്പൈഡർമാനൊക്കെ ഈ നാട്ടിൽ വിലയൊക്കെ ഉണ്ടെന്ന് അറിയാമല്ലോ ഗൈസ്. അപ്പം ഇതിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ മച്ചാമാരെ.